നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കേരളത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഖര മഹർഷി ഒരേ സമയത്ത് പ്രതിഷ്ഠിച്ച 3 ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഇവിടത്തേതെന്നാണ് വിശ്വാസം. ഒട്ടേറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിത്. 7.5 പൊന്നാനപ്പുറത്ത് എഴുന്നള്ളുന്ന ഭാരതത്തിലെ ഏക ദേവൻ കൂടിയാണ് ഏറ്റുമാനൂരപ്പൻ. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കെടാവിളക്ക് കത്തി നിൽക്കുന്ന ക്ഷേത്രവും ഇതുതന്നെ. ആസ്ഥാന മണ്ഡപത്തിൽ കാണിക്കയർപ്പിക്കുന്നുവെന്നതും ഈ ക്ഷേത്രത്തിന്റെ മാത്രം സവിശേഷതയാണ്. ബലിക്കൽപുരയിലെ വലിയ ബലിക്കലിന് മുൻപിലുള്ള കെടാവിളക്കിൽ എണ്ണയൊഴിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. വലിയ വിളക്കിൽ എണ്ണയൊഴിച്ച് നിറദീപം സാക്ഷിയാക്കി നൊന്തു വിളിച്ചാൽ ഏറ്റുമാനൂരപ്പൻ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. വലിയ വിളക്കിന്റെ മൂടിയിൽ പിടിപ്പിച്ചിരിക്കുന്ന മഷി കൊണ്ട് കണ്ണെഴുതുന്നത് നേത്രരോഗ ശമനത്തിന് ഫലപ്രദമായും പറയുന്നു. കൊല്ലവർഷം 720 വലിയ വിളക്ക് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചത്. ക്ഷേത്രത്തിൽ വലിയ വിളക്ക് സ്ഥാപിച്ചതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരു മൂശാരി ഒരു വലിയ തൂക്കുവിളക്കുമായി ക്ഷേത്രത്തിൽ വന്നു. ക്ഷേത്ര ഭാരവാഹികളെ കണ്ട ഇത് അമ്പലത്തിലേക്ക് എടുത്തു വല്ലതും തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, വിളക്ക് വാങ്ങിയാലും വെള്ളം ഒഴിച്ചു കത്തിക്കാൻ പറ്റുമോ? എണ്ണ വേണ്ടേ എന്ന്. ഏറ്റുമാനൂരപ്പൻ വിചാരിച്ചാൽ എണ്ണയും വെള്ളവുമില്ലാതെ ഇത് കത്തിയേക്കും. ഇത് ക്ഷേത്രത്തിൽ തൂക്കിയാൽ ആരെങ്കിലും വന്ന് ഈ മംഗളദീപത്തിൽ എണ്ണ നിറച്ചോളുമെന്ന് വിളക്ക് കൊണ്ടുവന്നയാൾ പറഞ്ഞു. ഈ സംസാരത്തിനിടയിൽ ഒരാൾ ക്ഷേത്രത്തിൽ നിന്ന് തുള്ളിക്കൊണ്ടുവന്ന് വിളക്ക് വാങ്ങി ബലിക്കൽ പുരയിൽ കൊണ്ടുപോയി തറച്ചു. ആ സമയം ഭയങ്കരമായ ഇടിയും മിന്നലും ഉണ്ടായി. എല്ലാവരും ഭയന്ന് നാലമ്പലത്തിനുള്ളിൽ അഭയം തേടി. ഇടിയും മിന്നലും മാറി നോക്കുമ്പോൾ നിറഞ്ഞ എണ്ണയുമായി 5 തിരികളോടെ അത് പ്രകാശിക്കുകയാണ്. ആ മൂശാരിയെയും വെളിച്ചപ്പാടിനെയും പിന്നെ ആരും കണ്ടിട്ടേയില്ല. ഭഗവാൻ കൊളുത്തിയ ആ വലിയ വിളക്ക് ഇന്നും കെടാവിളക്കായി പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. 12 ദിവസം ഇവിടെ മുടങ്ങാതെ നിർമ്മാല്യ ദർശനം നടത്തിയാൽ ഏത് അഭീഷ്ടകാര്യവും സാധിക്കുമെന്നും അനുഭവസ്ഥർ പറയുന്നു. ക്ഷേത്രത്തിലെ ചുവർ ചിത്രങ്ങളും ദാരുശില്പങ്ങളും കരിങ്കൽ രൂപങ്ങളും പൈതൃക പെരുമയുടെ ഉദാഹരണങ്ങളുമാണ്. വൃത്താകരയിൽ പണിത് ചെമ്പുമേഞ്ഞ ശ്രീകോവിലിനുള്ളിലാണ് ഏറ്റുമാനൂരപ്പൻ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹമരുളി വാഴുന്നത്. അപസ്മാരത്തിന് നെയ്യും പഞ്ചഗവ്യവും സേവിച്ച ക്ഷേത്രത്തിൽ ഭജനമിരുന്നാൽ സുഖം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. 3 രൂപത്തിൽ 3 വ്യത്യസ്ത ഭാവങ്ങളിൽ ശിവനെ ഈ ക്ഷേത്രത്തിൽ ദർശിക്കാൻ കഴിയും. ഉച്ചവരെ അപസ്മാര യക്ഷനെ ചവിട്ടി മതിക്കുന്ന ഉഗ്രരൂപവും ഉച്ചയ്ക്ക് ശേഷം അത്താഴ പൂജ വരെ ശരഭാകുതിയും അത്താഴ പൂജ കഴിഞ്ഞ് നിർമ്മാല്യം വരെ ശിവശക്തി രൂപവും ദർശിക്കാൻ കഴിയും. 3.5 അടിയോളം പൊക്കം വരുന്നതാണ് ശിവലിംഗം. വില്വപത്രവും തുമ്പപ്പൂവും കലർത്തിക്കെട്ടുന്ന ഹാരമാണ് അലങ്കാരം. ശിവലിംഗത്തിന് മുന്നിലുള്ള ആ ഘോര മൂർത്തിയുടെ വിഗ്രഹത്തിന് 2.5 അടി പൊക്കമുണ്ട്. തനി തങ്കത്തിലാണ് നിർമ്മാണം. മാനും മഴുവും വരദാഭയങ്ങളും ചേർന്ന 8 തൃക്കൈകളോടുകൂടി വിളങ്ങുന്നതാണ് വിഗ്രഹം. അഷ്ടമി രോഹിണി, തിരുവോണം, ആട്ടത്തിരുനാൾ, മകരസംക്രമം, ശിവരാത്രി, വിഷു സംക്രമം എന്നിവ ആഘോഷിക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷ പരിപാടി കുംഭത്തിലെ തിരുവാതിര നാളിലെ ആറാട്ടുത്സവമാണ്. 8ാം ഉത്സവത്തിനാണ് 7.5 പൊന്നാന ദർശനം. തിരുവിതാംകൂറിലെ രാജഭരണകാലത്താണ് 7.5 പൊന്നാനകളെ നടക്കി വെച്ചത്. തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ വന്ന ടിപ്പു സുൽത്താനെ തോൽപ്പിക്കാനായാൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ 7.5 ആനയെ നടക്കി വയ്ക്കാമെന്ന് കാർത്തിക തിരുനാൾ രാമവർമ്മ രാജാവ്, അദ്ദേഹത്തെ ധർമ്മരാജാവ് എന്നും പറയുന്നു, അദ്ദേഹം നേർന്നതായി പറയപ്പെടുകയാണ്. പ്രാർത്ഥന ഫലിച്ചതിന്റെ ഫലമായി രാജാവ് 7143 കഴഞ്ച് സ്വർണം കൊണ്ട് 7.5 ആനകളെ നിർമ്മിച്ച് നടക്കി വച്ചു എന്നാണ് ഐതിഹ്യം. ശനി, ഞായർ, തിങ്കൾ, മലയാള മാസം 1-ാം തീയതി എന്നീ ദിവസങ്ങളിലാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നത്. കൂട്ടുപായസവും നെയ്പായസവുമാണ് നിവേദ്യങ്ങൾ.